ശ്രീ ബാബു പണിക്കർ, അങ്ങ് ഇവിടെ വളരെ വലിയൊരു കാര്യം പറഞ്ഞു. അങ്ങ് ഇത് ഖണ്ഡിക്കുകയാണെങ്കിൽ ഞാൻ തെളിവ് ഹാജരാക്കാം. ടാക്സ് അടയ്ക്കാൻ കഴിയുന്നില്ല എന്നവർ പരാതി പറഞ്ഞപ്പോൾ അവർക്കതിന് പരിഹാരം ചെയ്തു കൊടുത്തു. ടാക്സ് അടയ്ക്കാനുള്ള സംവിധാനം ഒരുക്കി അനുമതി കൊടുത്തു. അതിനുശേഷം ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ പറഞ്ഞ എന്താണെന്ന് അങ്ങേക്ക് അറിയുമോ? അവർ അങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചപ്പോൾ ടാക്സ് അടയ്ക്കാൻ അനുവദിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ കയ്യേറ്റക്കാരാണ്, ആ ഭൂമി ഒഴിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് സാക്ഷാൽ KPA മജീദിൻ്റെ ചോദ്യത്തിന് നിയമസഭയിൽ മന്ത്രി അബ്ദുറഹ്മാൻ കൊടുത്ത മറുപടി ഞങ്ങൾ കാണിച്ചിരുന്നു 2 ആഴ്ച മുമ്പ്. അത് വേണമെങ്കിൽ കാണിക്കാം. അപ്പോൾ 2 ചതി ചെയ്തു. ഒന്ന്, അവരോട് കരമടയ്ക്കാൻ പറഞ്ഞു. ആ കാശ വാങ്ങി ആ പാവങ്ങളിൽ നിന്ന്. അത് കഴിഞ്ഞ് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നു അവർ കയ്യേറ്റക്കാർ തന്നെയെന്ന്. 2, വഖഫ് സംരക്ഷണ സമിതി പറയുന്നു അവർ കയ്യേറ്റക്കാരാണ്, അവർ 600 പേരില്ല, അവർ 200 ഉള്ളൂ, അത് തന്നെ റിസോർട്ട് മാഫിയയുടെ ആൾക്കാരാണെന്ന്. അപമാനിക്കുകയല്ലേ, അധിക്ഷേപിക്കുകയല്ലേ, അവഹേളിക്കുകയല്ലേ 4 സെന്റിൽ കൂര വയ്ക്കാൻ വേണ്ടി കേടുന്ന പാവങ്ങളെ? ഒരിക്കലും ഇടതുപക്ഷ സർക്കാർ സാധാരണ ജനങ്ങൾക്ക് എതിരല്ല. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു വർഗീയ അജണ്ട സൃഷ്ടിച്ച് അവരെ ഭീതിയിലാഴ്ത്തുകയല്ല ചെയ്യേണ്ടത്. അത് ഏറ്റവും ഭംഗിയായ രീതിയിൽ അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് ആവശ്യം, അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ചോർപ്പട വെക്കാനായിട്ടുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പിന്നെ നിങ്ങൾ മന്ത്രി ചോദ്യത്തിന് ഉത്തരമാണ് പറഞ്ഞത്. വഖഫിൻ്റെ ഭൂമിയാണോ? വഖഫ് ക്ലെയിം ഉന്നയിച്ചേക്കുന്ന ഭൂമിയാണ്, അതുകൊണ്ടാണ് വഖഫിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞത്. വഖഫ് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് വഖഫിൻ്റെ ഭൂമിക്ക് എതിരെ സർക്കാരിന് പറയാൻ പറ്റും വഖഫിൻ്റെ ഭൂമി പിടിക്കില്ല എന്ന് സർക്കാരിനോ അല്ലെങ്കിൽ മന്ത്രിക്കോ പറയാൻ പറ്റും. ഇപ്പം നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച്, വഖഫ് നിയമം അനുസരിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ മന്ത്രിക്ക് നിയമസഭയിൽ അസത്യമായ ഒരു കാര്യം പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു കാര്യമോ പറയാൻ പറ്റൂ. അതിന് വേറെ ഓൾട്ടർനേറ്റീവ് മന്ത്രിക്കില്ല. ഇത് തന്നെയാണ് പ്രശ്നം ശ്രീ ബാബു പണിക്കർ. അങ്ങ് പറഞ്ഞു തന്നെയാണ് പ്രശ്നം. അങ്ങ് പറഞ്ഞു തന്നെയാണ് വഖഫ് നിയമത്തിൻ്റെ പ്രശ്നം. അങ്ങ് പറഞ്ഞു തന്നെയാണ് മാറി മാറി വന്ന കോൺഗ്രസ് സർക്കാരുകൾ ചെയ്തു കൊടുത്ത അബദ്ധ ജടിലമായ സൗകര്യം. അഡ്വക്കേറ്റ് PM നിയാസിലേക്ക് പോകുന്നു. ശ്രീ ബാബു പണിക്കർ അങ്ങോട്ട് കേൾക്കണം. വഖഫ് ഒരു ഭൂമി ചൂണ്ടിക്കാട്ടിയിട്ട് വഖഫ് ബോർഡ് പറഞ്ഞു ഇത് ഞങ്ങളുടേതെന്ന് പറഞ്ഞാൽ അത് വഖഫ് ഭൂമി. അത് ചോദ്യം ചെയ്യാൻ വില്ലേജ് ഓഫീസർക്ക് കഴിയില്ല, അത് ചോദ്യം ചെയ്യാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിയില്ല, അത് ചോദ്യം ചെയ്യാൻ റവന്യൂ അധികാരികൾക്ക് കഴിയില്ല, അത് ചോദ്യം ചെയ്യാൻ സിവിൽ കോടതിക്ക് അധികാരമില്ല. വഖഫ് ട്രൈബ്യൂണലിൽ പോകണം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് മേൽക്കോടതികളിൽ പോകാം. ആ നിയമത്തെയാണ് ഭേദഗതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അങ്ങ് അമിക്കബിൾ സൊല്യൂഷൻ പറഞ്ഞു. ഞാൻ നാളെ അങ്ങയുടെ വീട്ടിൽ അതിക്രമിച്ച് കിടന്ന് താമസം ഉറപ്പിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അങ്ങ് സമ്മതിക്കുമോ? അങ്ങനെ ലഘൂകരിച്ച് കാണരുതേ ശ്രീ ബാബു പണിക്കർ. അഡ്വക്കേറ്റ് PM നിയാസ് ഇപ്പോൾ അതല്ലോ മിസ്റ്റർ പ്രദീപ് അതല്ല അതിനൊരു ഉദാഹരണമായി പറയേണ്ടത്. മിസ്റ്റർ പ്രദീപ് ഇവിടെ ശരി, ഞാൻ അതിക്രമിച്ച് കിടക്കുന്നില്ല, ഞാൻ അവകാശവാദം ഉന്നയിക്കട്ടെ. ദാനം ചെയ്തിട്ടുള്ള ഒരു ഭൂമിയാണ് ബാബു പണിക്കർ, ഞാൻ അതിക്രമിച്ച് കിടക്കുന്നില്ല, ഞാൻ അവകാശവാദം ഉന്നയിക്കട്ടെ. അത് എന്റെ വീടാണ്. ഫാറൂഖ് കോളേജിന് കൊടുക്കുകയും ഫാറൂഖ് കോളേജിന്റെ കയ്യിൽ ഇവർ മേടിച്ചെടുത്ത ഭൂമിയാണ്. പക്ഷേ പറയൂ. പക്ഷെ നിങ്ങൾ പറയുന്ന വഖഫ് ഭൂമിയാണെന്ന് വഖഫ് അവകാശപ്പെടുന്നു. അത് വഖഫ് ഭൂമിയാണെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ നിയമം അനുസരിച്ച് അവർക്ക് അവകാശപ്പെടാനുള്ള അവകാശമുണ്ട്. അവരെ അതിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. അതാണ് അവിടുത്തെ പ്രശ്നം. അതിന് സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവരുടെ കയ്യിൽ ആധാരമുണ്ട്. ഇത് ഫാറൂഖ് കോളേജിൽ നിന്ന് മേടിച്ച ഭൂമിയാണ്. അപ്പം അതിന് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ വഖഫ് വരുന്നു അതുകൊണ്ട് അതിനെ വർഗീയ ധ്രുവീകരണം നടത്തി ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ മുസ്ലിം പേടി, ഇസ്ലാം ഭയം ഉണ്ടാക്കിയിട്ട് തങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ള രാഷ്ട്രീയ അജണ്ടയല്ല അവിടെ വേണ്ടത്. ശ്രീ ബാബു പണിക്കർ, അങ്ങ് വിഷയത്തെ വല്ലാതെ ലഘൂകരിക്കുന്നു. മുനമ്പത്തിൽ ഒതുങ്ങുന്നില്ല, കേരളത്തിൽ ഒതുങ്ങുന്നില്ല, എറണാകുളത്ത് ഒതുങ്ങുന്നില്ല, കണ്ണൂരിൽ, പാലക്കാട്ട്, തിരുവനന്തപുരയിൽ, കർണാടകയിൽ, മഹാരാഷ്ട്രയിൽ, UP യിൽ, ഭോപ്പാലിൽ, ജമ്മു വരെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവകാശവാദം കേട്ടില്ലേ, സുപ്രീം കോടതി ഇരിക്കുന്നത് വഖഫ് ഭൂമിയിലാണെന്ന്. ഭാരതത്തിലെ ഏറ്റവും വലിയ ഭൂവുടമ വഖഫ് ബോർഡുകളാണെന്ന്.